ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഡിഫൈൻ 1 കൂളോം. ഇപ്പൊ ഇതുമായി ബന്ധപ്പെടുത്തി ചാപ്റ്റർ നമ്പർ 1 എപ്പോഴൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് 1 കൂളോം എത്രയാന്ന് ഡിഫൈൻ ചെയ്യുക. എന്നതാ 1 കൂളോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കൂളോം എന്ന് പറഞ്ഞാൽ എന്നായിരുന്നു? എന്തിന്റെ യൂണിറ്റ് ആയിരുന്നു കൂളോം? കൂളോം എന്നതായിരുന്നു? റോഷൻ പറഞ്ഞേ, കൂളോം എന്നാത്തിന്റെ യൂണിറ്റ് ആയിരുന്നു? പഠിക്കണം, പഠിച്ചിട്ടേ വരാവുള്ളൂ കേട്ടോ. യൂണിറ്റ് ഓഫ് ചാർജ്. യൂണിറ്റ് ഓഫ് ചാർജ്. ക്യൂവിന്റെ യൂണിറ്റ് ആണ് കൂളോം. COULOMB. റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ C. ഇനി ഡിഫൈൻ 1 കൂളോം. ഒരു കൂളോം എത്രയാന്ന് എഴുതാൻ പോവാണ്. അതിന് നമ്മൾ എന്നാ ചെയ്യുന്ന ചോദിച്ചാൽ നമ്മുടെ കൂളോം ലോ എഴുതണം. F = 1/4πε0 Q1 Q2/R². ഇനി പറയാണ്, ചാർജ് രണ്ടും 1 കൂളോമാന്നിരിക്കട്ടെ. Q1 = Q2 = 1, R = 1. അപ്പൊ ഇതെല്ലാം 1 ആയി പോയി അല്ലേ? പിന്നെ എന്തേ മിച്ചമുള്ളൂ? F = 1/4πε0 അല്ലേ? അല്ല, ഇതിനൊരു കോൺസ്റ്റന്റ് ഇട്ട് എഴുതിയപ്പം 1/4πε0 വാല്യൂ എത്രയാന്ന് ഞാൻ പറഞ്ഞേ? 1/4πε0യുടെ വാല്യൂ എല്ലാം കൂടെയും കൊടുത്താൽ ഈ കോൺസ്റ്റന്റ് എത്രയായിരുന്നു? 9 × 10⁹ Q1 Q2/R² എന്നായിരുന്നു. അപ്പം ഇതിന് 1 കൊടുത്തു കഴിഞ്ഞാൽ F = 1/4πε0 എന്നാകും, ഓർ 9 × 10⁹ എന്നാകും F. അപ്പം 1 coulomb is defined as the force 9 × 10⁹ when it acts between two unit positive charge or unit charge with a separation 1 meter. എല്ലാം ഒന്നാന്ന് കൊടുക്കുമ്പോൾ F എത്ര കിട്ടും? 9 × 10⁹. So 1 coulomb is defined as the force of 9 × 10⁹ when two unit charge എന്ന് പറഞ്ഞാൽ 1ന്റെ വാല്യൂനെ കേട്ടോ യൂണിറ്റിനെ പറഞ്ഞു. when unit charges separated by a distance volt. Separated by a distance meter, 1 meter. 1 meter ഡിസ്റ്റൻസിൽ 1 കൂളംബ് ഉള്ള 2 ചാർജ് വെച്ചാൽ ആ ചാർജുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിന്റെ വാല്യൂ ആണ് 1 കൂളം. മനസ്സിലായോ? ഡിഫൈൻ 1 കൂളം. ആദ്യം കൂളോംസ് ലോ എഴുതണം. കൂളോം ലോയിനെ 9 × 10⁹ ആക്കണം. Q1 = Q2 = R, 3 1 ആയിട്ട് കൊടുക്കണം. അപ്പൊ ഇത് കിട്ടും. എന്നിട്ട് അതിന്റെ ഡെഫിനിഷൻ എഴുതണം. ചോദിക്കുന്ന ചോദ്യം ഡിഫൈൻ 1 കൂളം. കപ്പാസിറ്റർ. കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എന്നാണ്? ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക്കൽ എനർജി. ബാറ്ററി കപ്പാസിറ്റർ ഒന്നാണ് അല്ല. ബാറ്ററി എന്ന് പറഞ്ഞാല് നമ്മളൊരു വോൾട്ടേജ് കൊടുക്കുക, ആ വോൾട്ടേജ് എപ്പോഴും അതിനകത്ത് ഇരിക്കുക അല്ലേ? 9 വോൾട്ടിന്റെ ബാറ്ററി മേടിച്ചാൽ എപ്പോഴും 9 വോൾട്ട്. കപ്പാസിറ്റർ എന്ന് വെച്ചാൽ നമുക്ക് കൊടുത്ത് അത് കറക്കാം. 9 ഇപ്പോൾ ഒരു വോൾട്ട് കപ്പാസിറ്റർ ആണെങ്കിൽ അതിനകത്തേക്ക് നമ്മളൊരു ബാറ്ററിയെന്ന് ഇത് കൊടുക്കുമ്പോഴാണ് ഇവൻ സ്റ്റോർ ചെയ്യുള്ളൂ കപ്പാസിറ്റർ. മനസ്സിലായോ? അതിനകത്ത് കറണ്ട് എടുത്തു കഴിയുമ്പോൾ അത് ഉപയോഗിച്ച് തീർന്നും പോകും. പക്ഷെ ബാറ്ററി എപ്പോഴും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തരും.
കപ്പാസിറ്റർ എന്ന് എഴുതുന്ന സിമ്പിൾ ഇതാണ്, രണ്ടിനും ഒരേ ഹൈറ്റ്. ഇത് കപ്പാസിറ്റർ, ഒന്ന് വലുതും ഒന്ന് ചെറുതും. ഇത് ബാറ്ററി. ഓക്കെ, കപ്പാസിറ്ററില് ദ ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ് എന്ന് കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്റ്റോർ ഇലക്ട്രിക് ചാർജ്, ക്യൂ, എത്ര മാത്രം ക്യൂവിനെ സ്റ്റോർ ചെയ്യും. ഇനി ഇതാണ് ഒരു കപ്പാസിറ്റർ. ആ കപ്പാസിറ്റർ ഒരു ബാറ്ററി ആയിട്ട് ഘടിപ്പിച്ചിരിക്കുകയാണ്. വി ആണ് ബാറ്ററിയുടെ അളവ്. ഇതിനകത്ത് ക്യൂ ചാർജ് സ്റ്റോർ ചെയ്യുന്നെങ്കിൽ ക്യൂ സ്റ്റോർ ചെയ്യുന്ന ചാർജ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇവിടുത്തെ ബാറ്ററി. വലിയ ബാറ്ററി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കറണ്ട് സ്റ്റോർ ചെയ്യും, കൂടുതൽ ചാർജ് സ്റ്റോർ ചെയ്യും. ചെറിയ ബാറ്ററി ആണെങ്കിൽ കുറച്ചുള്ളൂ. അപ്പോൾ ക്യൂ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വി. ക്യൂ ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു വി. ആ കോൺസ്റ്റന്റ് വിളിക്കുന്ന പേരാണ് ക്യൂ ഈക്വൽ ടു സി ഇൻറ്റു വി, വെയർ സി ഈസ് ദ കപ്പാസിറ്റൻസ്. മനസ്സിലായോ ഇപ്പൊ സി എന്നാന്ന്? സി ഈസ് ദ കപ്പാസിറ്റൻസ്. ഒരു ബാറ്ററി ഒരു കപ്പാസിറ്ററുമായി ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ആ ബാറ്ററിയിൽ നിന്ന് ഒഴുകി ചെല്ലുന്ന ചാർജ്ഡ് അയോൺസ് അല്ലെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിളിനെ ഇതിനകത്ത് ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ്, പേപ്പർ പ്ലേറ്റ് കപ്പാസിറ്ററിന് 2 പ്ലേറ്റുകളുണ്ട്. അല്ല, നമ്മൾ ചാർജ് ഷീറ്റ് വരച്ചപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് ഷീറ്റും നെഗറ്റീവ് ചാർജ് ഷീറ്റിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നടുക്ക് σ/ε0 ആകുമെന്ന് പറഞ്ഞ കേസാണിത്. അവിടെ ഞാനാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എഴുതി. അതാണിത്. കപ്പാസിറ്ററിലോട്ട് ഇവിടുന്ന് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് പോകും, അതിവിടെ സ്റ്റോർ ചെയ്യും. നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് പോകും, അതിവിടെ സ്റ്റോർ ചെയ്യും. അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ക്യൂ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഈ ബാറ്ററിയുടെ വോൾട്ടേജ്. സോ ക്യൂ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വി. Q is a constant into V. Q equal to CV, where Q is the charge stored. C is the capacitance of the capacitor. V is the applied voltage. Okay, clear ayo? This is the capacitance. ഇനി ഒരു കാര്യം ഇവിടെയുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരു പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് കണ്ടക്റ്റീവ് അല്ലാത്ത ഒരു മെറ്റീരിയൽ, ഒരു നോൺ കണ്ടക്ടർ ഇതിനകത്ത് വെച്ചേക്കുക. അങ്ങനെയുള്ള നോൺ കണ്ടക്ടർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈഇലക്ട്രിക് മെറ്റീരിയൽ. ഡൈഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഡൈഇലക്ട്രിക് മെറ്റീരിയൽ എന്നാന്നോടെ പറഞ്ഞുതരാം. ഡൈഇലക്ട്രിക് മെറ്റീരിയൽ, ഒരു മെറ്റീരിയൽ കാണും, അതിൽ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് കാണും. പോസിറ്റീവ് നെഗറ്റീവ് വേറെ ഒരെണ്ണം ഇങ്ങനെയായിരിക്കും കിടക്കണേ, പോസിറ്റീവ് നെഗറ്റീവ് വേറെ ഒരെണ്ണം ഇങ്ങനെ കിടക്കും. ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ്, വേറെ ഒരെണ്ണം ഇങ്ങനെ കിടന്നാൽ ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ്, എല്ലാം തമ്മിൽ ക്യാൻസലായി. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെയാണ്, അതിന് ഓപ്പോസിറ്റ്. നെറ്റ് പൊട്ടൻഷ്യൽ 0 ആയിരിക്കും, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. പക്ഷേ ഇതിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുക. ഇലക്ട്രിക് ഫീൽഡ് എവിടുന്നാ പോണേ? പോസിറ്റീവ് നെഗറ്റീവ്. ഈ വശം പോസിറ്റീവ്, ഈ വശം നെഗറ്റീവ് ആണെങ്കിൽ ഇതിന്റെ എല്ലാ നെഗറ്റീവും കൂടെ ഇങ്ങോട്ട് തലതിരിഞ്ഞ് വരും. അപ്പൊ എങ്ങനെ വരും? നെഗറ്റീവ് എല്ലാം കൂടെ ഈ വശത്ത് വരും, പോസിറ്റീവ് എല്ലാം കൂടെ ഇപ്പുറത്തെ വശത്ത് വരും. നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ്. ബിക്കോസ് ഈ 2 വശത്ത് ഇവിടെ ആയിരുന്നു നെഗറ്റീവ്, ഇവിടെ ആയിരുന്നു പോസിറ്റീവ്. അപ്പൊ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തില്ല എങ്കിൽ
ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പം when we apply an electric field, charges are separated. ആ പ്രതിഭാസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളറൈസേഷൻ. അപ്പം ഒരു പോസിറ്റീവ് നെഗറ്റീവ് പ്ലേറ്റിനിടയ്ക്ക് ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ വെച്ചു, അതിന്റെ പെർമിറ്റിവിറ്റി എപ്സിലോൺ ആണെങ്കിൽ, അല്ലെങ്കിൽ അപ്പം സിയുടെ ഇക്വേഷൻ ആണ് സി ഈക്വൽ ടു ഈ എപ്സിലോൺ, ഇപ്പം എപ്സിലോൺ 0 എന്നിരിക്കട്ടെ, ഒന്നും വെച്ചിട്ടില്ല, വാക്കുവാണെങ്കിൽ എപ്സിലോൺ 0 ഇൻറ്റു എ ബൈ ഡി. എ എന്ന് പറഞ്ഞാല് ഏരിയ ഓഫ് ഇതിലേതെങ്കിലും ഒരു പ്ലേറ്റിന്റെ ഏരിയ ഓഫ് വൺ പ്ലേറ്റ്, and d equal to the distance between the plates. മനസ്സിലായോ റോഹൻ? എന്നൊക്കെ പറഞ്ഞേ റോഷൻ. കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവാണ്. അതിനകത്ത് ഇപ്പം എയറോ ഏതെങ്കിലും ഒരെണ്ണാണെങ്കിൽ അതിനെ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് വിളിക്കും. ഡൈഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അത് ഇൻസുലേറ്റർ ആണ്. ഇൻസുലേറ്റർ എപ്പോഴാണ്? ഇലക്ട്രിക് ഫീൽഡ് 0 ആകുമ്പോൾ. പക്ഷെ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ നിങ്ങളെ പഠിപ്പിച്ചാണ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട്, പോസിറ്റീവ് അതിനടുത്തോട്ട് നെഗറ്റീവ് തിരിഞ്ഞു വരും. എല്ലാ നെഗറ്റീവ് ഈ വശത്താകും, എല്ലാ പോസിറ്റീവ് ആ വശത്താകും. ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ചോദിച്ചാൽ ഈ പടമൊക്കെ വരച്ചു വെക്കണം. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ചാർജ് സെപ്പറേറ്റ് ചെയ്യും. അങ്ങനെ ചാർജ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. അതിനെ വിളിക്കുന്ന പേരാണ് പോളറൈസേഷൻ. അങ്ങനെയുള്ള മെറ്റീരിയൽ വെച്ചിരിക്കുന്നു. അതിന്റെ മെറ്റീരിയലിന്റെ ഡൈഇലക്ട്രിക് എപ്സിലോൺ 0 ആണെങ്കിൽ കപ്പാസിറ്റൻസിന്റെ അനദർ ഇക്വേഷൻ. ഇതിനകത്ത് നമുക്ക് എങ്ങനെ എഴുതാം? സി ഈക്വൽ ടു ക്യൂ ബൈ വി എന്ന് എഴുതാം അല്ലേ? ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ that is equation number 1. This is equation number 2. C is equal to epsilon 0 A by D. A is the area of the first any plate. ആദ്യത്തെ രണ്ടാമത്തെ രണ്ടിന്റെയും ഏരിയ തുല്യമായിരിക്കും. ഏരിയ ഓഫ് വൺ പ്ലേറ്റ്. D is the distance of. നിങ്ങൾ വൃത്തിയായിട്ട് എഴുതിയെടുക്കുക കേട്ടോ. 1 minute. എനിക്ക് മനസ്സിലായില്ല. എന്നാ സെവനെ മനസ്സിലാകാതെ? കപ്പാസിറ്റൻസ്. അതായത് കപ്പാസിറ്റർ എന്ന് പറയുന്നതാണ് ഈ ഡിവൈസ്. ഇത് മനസ്സിലായോ? ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും ഉള്ള പ്ലേറ്റിനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റർ. മനസ്സിലായോ? ക്ലിയർ? കിട്ടിയില്ലേ? ഇനി കപ്പാസിറ്ററിനകത്ത് ഇപ്പൊ ഇവിടെ എയർ ആയിരിക്കുന്നതെന്ന് കരുതുക, എയർ. അതുപോലെ ഏതെങ്കിലും മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ ആ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എഴുതണം. അപ്പൊ ഞാൻ പറയാണ് ഇതിനിടയ്ക്കിരിക്കുന്നത് ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ആയിരിക്കട്ടെ. ഡൈഇലക്ട്രിക് മെറ്റീരിയലിന്റെ പ്രത്യേകത എന്നാ വരച്ചത്? അതിനകത്ത് പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്. പക്ഷെ അതെല്ലാം റാൻഡം ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തമ്മിൽ ക്യാൻസൽ ആയിപ്പോകും. മൊത്തം ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എപ്പോൾ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇനി നമ്മൾ ഇവിടുന്ന് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അത് പോസിറ്റീവേ തുടങ്ങി നെഗറ്റീവേ തീരും. ശരിയല്ലേ? അപ്പം പോസിറ്റീവ് ആണ് ഈ വശത്തെങ്കിൽ പോസിറ്റീവിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജ്. സാറേ ഞാൻ ഒന്നും കേട്ടില്ല, ഇവിടെ കണക്ഷൻ എന്തോ പ്രോബ്ലം ഉണ്ട്. സ്റ്റക്ക് ആയിട്ടിരിക്കുന്നു. ഇപ്പോഴാ പയ്യൊന്നും പറഞ്ഞ. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ സെബിന്, ഇത് നോട്ട് ചെയ്ത് എടുക്കാവോ? ഞാൻ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്ത് വെച്ച് അങ്ങോട്ട് അയച്ചു തരാം. ഞാൻ റെക്കോർഡ് ചെയ്യുന്നതിന് അപ്പം വൃത്തിയായിട്ട് കേൾക്കാൻ പറ്റും. അപ്പൊ അത് കേട്ടിട്ട് നോട്ട് എഴുതി ഫുള്ളായിട്ട് കൂടണം കേട്ടോ. എന്നിട്ട് എനിക്ക് തിരിച്ചയച്ചാണ്. കപ്പാസിറ്റർ എന്തുകൊണ്ട് ഒരു പോസിറ്റീവ് ലൈറ്റും ഉണ്ട്, ഒരു നെഗറ്റീവ് ലൈറ്റും ഉണ്ട്. നമ്മൾ ഇവിടെ ഒരു ബാറ്ററി കൊടുത്തു കഴിയുമ്പോൾ സെബിനെ കേൾക്കാമെങ്കിൽ റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. സാധനം കട്ടായോ എന്ന് ഞാനെങ്ങനെ അറിയും? ഇവിടുന്ന് ഒരു ചാർജ് കൊടുത്തു കഴിയുമ്പോൾ പോസിറ്റീവ് ചാർജ് പോസിറ്റീവ് പ്ലേറ്റിലും സ്റ്റോർ ചെയ്യും, നെഗറ്റീവ് ചാർജ് നെഗറ്റീവ് പ്ലേറ്റിൽ സ്റ്റോർ ചെയ്യും. ഇനി ഞാൻ പറയാൻ പോകുന്നത്
ഇതിനകത്ത് എന്തെങ്കിലും ഡൈലക്ട്രിക് മീഡിയം വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആണ്. ഒരു ഡൈലക്ട്രിക് മെറ്റീരിയൽ എടുത്തു. ഡൈലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതിന് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഇങ്ങനെ ഒരുമിച്ച് ക്ലബ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. മനസ്സിലായോ? പക്ഷെ അത് പല രീതിയിൽ കിടക്കുമായിരിക്കും ഇതിനകത്ത്. ഏതെങ്ങോട്ട് കിടക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. മൊത്തം 0 ആയി പോകും. നോക്കി, ഇത് ഇങ്ങനെ പോസിറ്റീവ് ഇടാണ്, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ നെഗറ്റീവ് മുകളിലായിട്ട് ഇങ്ങനെ വരണം, അപ്പൊ ഇവിടെ നെഗറ്റീവ് താഴെയായിട്ട് വരണം. മൊത്തം എത്രയായി പോകും? 0. ഇനി ഞാനൊരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എവിടെ തുടങ്ങും? പോസിറ്റീവ് തുടങ്ങി നെഗറ്റിവിറ്റി. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തേക്കും. ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ പോസിറ്റീവ് അങ്ങോട്ടും എല്ലാം എന്നാ വരും? നെഗറ്റീവ് അല്ല ഈ വസ്തു, പോസിറ്റീവ് അല്ല എന്നാ ഇത് ഇപ്പുറത്തെ വസ്തു. അപ്പൊ ഇതിനകത്ത് എന്നാ പറ്റി? ഒരു നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായി അല്ലേ? അതിന് വിളിക്കുന്ന പേരാണ് പോളറൈസേഷൻ. ഇങ്ങനെ ഒരു ഡൈലക്ട്രിക് മീഡിയം, ഇപ്പൊ ഒരു ഡൈലക്ട്രിക് മീഡിയം എയർ ആയിട്ട് നമ്മൾ ജസ്റ്റ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ, എയർ ഇരിക്കുവാണെങ്കിൽ കപ്പാസിറ്റൻസിന്റെ വാല്യൂ എത്രയാന്നാ പറഞ്ഞത്? C is equal to A/D. A എന്നാണ്? ഇതിൽ ഏരിയ, ഏതെങ്കിലും ഒരു പ്ലേറ്റിന്റെ ഏരിയ. D എന്ന് പറഞ്ഞാല് ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള അകലം. ക്ലിയർ അല്ലേ? ഇനി ഒന്ന് എഴുതിയത് വായിച്ചു നോക്കി. കപ്പാസിറ്റർ സീരിയസ് ആയിട്ടും പാരലായിട്ടും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാം. ഞാൻ ആദ്യം റെസിസ്റ്ററിന്റെ അങ്ങോട്ട് പിടിക്കാം. രണ്ടും ചോദിക്കുന്ന പരീക്ഷ. ഇതൊരു റെസിസ്റ്റൻസ്, ഇത് സെക്കൻഡ് റെസിസ്റ്റൻസ്, ഇതൊരു ബാറ്റർ. രണ്ട് റെസിസ്റ്റൻസ് R1ഉം R2ഉം സീരിയസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നെറ്റ് റെസിസ്റ്റൻസ് R ഈക്വൽ ടു രണ്ടും കൂടെയും കൂട്ടിയെടുത്താൽ മതി. സീരിയസ് പറഞ്ഞാൽ ഇങ്ങനെ ശ്രേണി രീതി, R1 + R2. ഇനി രണ്ട് റെസിസ്റ്ററുകൾ പാരലായിട്ട് കിടക്കുവാണെങ്കിൽ അത് തമ്മിൽ ഒരു വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. ഇത് R1ഉം ഇത് R2 ആണെങ്കിൽ നെറ്റ് റെസിസ്റ്റൻസ് ഇക്വേഷൻ നോക്കണം. 1/R ഈക്വൽ ടു 1/R1 + 1/R. കിട്ടിയില്ലേ? ഇവിടെ റെസിസ്റ്റേഴ്സ് ആർ ഇൻ സീരീസ്, ഇവിടെ റെസിസ്റ്റേഴ്സ് ആർ പാരലൽ. ഇനി ഇതുപോലെ തന്നെ കപ്പാസിറ്റർ സീരിയസ് ആയാൽ, ഓർത്തിരിക്കാൻ എളുപ്പത്തിൽ ഞാൻ പറയുവാണ്, അതിനാണ് രണ്ടും കൂടെ പഠിപ്പിച്ചത്. കപ്പാസിറ്റർ സീരിയസ് ആയപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ചുമ്മാ കൂട്ടുമല്ലായിരുന്നോ? അപ്പൊ ഇതുപോലെ വരും സീരിയസ് ആണ്. 1/C ഈക്വൽ ടു 1/C1 + 1/C2. ഇത് C1ഉം ഇത് C2ഉം ഇത് ബാറ്ററി. പാരലൽ ആണെങ്കിൽ, സോറി സീരിയസ് ആണെങ്കിൽ തിരിഞ്ഞു വരും, ചുമ്മാ കൂട്ടിയാൽ മതി. സോറി, വരച്ച റെസിസ്റ്റൻസ് ആയി. കപ്പാസിറ്റർ രണ്ടെണ്ണം പാരലൽ ആണെങ്കിൽ അത് തമ്മിൽ ഒരു ബാറ്ററി ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ V, ഇത് C1 ഇത് C2 ആണെങ്കിൽ C ഈക്വൽ ടു C1 + C2. ദിസ് ഈസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. അതിൽ ഒന്നാമത്താണ് സീരീസ്, രണ്ടാമത്താണ് പാരലൽ. ഇത് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. അതിൽ ഒന്നാമത്തതാണ് സീരീസ്, രണ്ടാമത്തതാണ് പാരലൽ. സെബിനെ കപ്പാസിറ്റർ അല്ല സോറി റെസിസ്റ്റൻസ് സീരീസ് ആണ്, ഇക്വേഷൻ എങ്ങനെയാ പറ്റും? R is equal to
R1 plus R2. ചുമ്മാ കൂട്ടിയെടുത്താൽ മതി. പാരലൽ ആണെങ്കിലോ 1 by R equal to 1 by R equal to 1 by 1 R1 by plus R1 plus 1 by R2. ഇനി കപ്പാസിറ്റർ ആകുമ്പോൾ അത് തിരിഞ്ഞു വരും. സീരീസ് ആണെങ്കിൽ കൂട്ടണം. സീരീസ് ആണെങ്കിൽ 1 by C ആവും. ഇവിടെ ചുമ്മാ കൂട്ടിയാ പോരായിരുന്നു. അതിന് പകരം 1 by C equal to 1 by രണ്ട് മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. 1 by C1 plus 1 by C2. പാരലൽ ആണെങ്കിൽ വെറുതെ കൂട്ടിയാൽ മതി. ഇവിടെ സീരീസ് ആയപ്പോൾ വെറുതെ കൂട്ടിയാൽ മതി. ഇവിടെ പാരലൽ ആകുമ്പോഴാണ് വെറുതെ കൂട്ടുന്നത്. ഓക്കെ, ഇവിടെ പാരലൽ ആയപ്പോഴാണ് 1 by R എടുത്തത്. ഇവിടെ സീരീസ് ആകുമ്പോഴാണ് 1. അതായത് ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ? ഞാനത് ഓർക്കാൻ എളുപ്പത്തിന് പറഞ്ഞു തന്ന. റെസിസ്റ്റർ ചോദിച്ചാലും ഇത് ചോദിച്ചാലും ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. റെസിസ്റ്റർ സീരീസ് ആണെങ്കിൽ കൂട്ടുക എന്ന് പഠിച്ചു കഴിഞ്ഞാൽ പാരലലാണ് 1 by എടുക്കുക. ഇത് സീരീസ് ആണെങ്കിൽ കൂട്ടുവാണെങ്കിൽ ഇതിന്റെ പാരലിനായിരിക്കും കൂട്ടുന്നത്. സീരീസിന് 1 by 4 ആവും. ക്ലിയർ ആയില്ലേ? വരച്ച് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. എന്നിട്ട് ഇതിന്റെ പ്രോബ്ലം ചെയ്യണം. Find out the effective resistance. ഫിഗർ തരാം. ഇത് ഇതാണ് നമ്മളുടെ 3 റെസിസ്റ്ററുകൾ തന്നിരിക്കുന്നത്. ഇതിന്റെ വാല്യൂ 10 ohm, ഇതിന്റെ വാല്യൂ 10 ohm, ഇതിന്റെ വാല്യൂ 20 ohm. ഫൈൻഡ് ഔട്ട് നെറ്റ് റെസിസ്റ്റൻസ് എന്നെങ്കിൽ അങ്ങനെ ചോദിക്കും. Or equivalent resistance in the circuit. So, ഈ രണ്ടെണ്ണം സീരീസ് അല്ലേ? നമുക്കിപ്പോ വേണം ഓരോന്നിനും ഓരോ പേര് കൊടുക്കാം. ഇതിനെ R1 എന്ന് വിളിച്ചു, ഇതിനെ R2 എന്ന് വിളിച്ചു. R1 ഉം R2 എങ്ങനെയാ സെബിനെ? R1 പാരലൽ ടു R2. അപ്പൊ അതിന്റെ ഇക്വേഷൻ എങ്ങനെയാവും? 1 by R equal to 1 by R1 plus 1 by R. നോക്കിയാണ് ഈ വശം 1 by R അവസാനം R ആക്കുമ്പോൾ വിൽക്രമം എടുക്കേണ്ടി വരും. 1 by R equal to 1 by 10 plus 1 by 10. ഇങ്ങോട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 10 plus 10 by 100. That's equal to 20 by 100. 20 by 100 എന്ന് പറയുന്നത് 1 by R അല്ലേ? അല്ലേ? LHS 1 by R equal to എന്നല്ലായിരുന്നു ഇക്വേഷൻ. അപ്പൊ അത് 6 ആക്കുമ്പോ എന്നാ ചെയ്യും? തലതിരിച്ചിടണം. 100 by 20 എത്രയാകും? 5 ohm. മനസ്സിലായോ? അപ്പൊ ഇത് രണ്ടും കൂടെയും ചേർത്ത് കഴിഞ്ഞാല് അത് രണ്ടും കൂടെയും ചേർത്ത് ചെയ്ത് കഴിയുമ്പോ ഇവിടെ മൊത്തം എത്രയായിട്ട് കിട്ടും? 5 ohm കിട്ടും. ഇനി എങ്ങനെയാണ്? ആ 5 ohm ഈ 20 ohmന് സീരീസ് ആണ് അല്ലേ? അപ്പൊ സീരീസിന്റെ ഇക്വേഷൻ എന്നാണ്? R equal to R1 plus R2. That is equal to 5 plus 20. That is equal to 25 ohm. കണ്ടോ ചെയ്തത്? 2 മാർക്ക് കിട്ടും. This is the net resistance or equivalent resistance in that circuit. റോഹൻ മനസ്സിലായോ? റോഷൻ മനസ്സിലായി സാർ. ചെയ്തേ. എന്നിട്ട് നമുക്ക് 1-2 പ്രോബ്ലം ഇതിന്റെയും കപ്പാസിറ്റർ ചെയ്തിട്ട് നടത്താം. 1 മൈക്രോഫാർഡ് എന്ന് പറയുന്നത് 10⁻⁻6 ഫാർഡ് ആണ്. മൈക്രോന് ഇപ്പൊ മാറ്റണ്ട, എല്ലാം മൈക്രോയിലല്ലേ കിടക്കണേ. അപ്പം 5 20 സീരീസ്, അത് 1 by C വെച്ച് ചെയ്യുക. ഇത് രണ്ടും പാരലൽ 10 10 കൂട്ടുക. ഇവിടെ ഒരു ഉത്തരം കിട്ടും, ഇവിടെ ഒരു ഉത്തരം കിട്ടും. അത് രണ്ടും സീരീസ്. വീണ്ടും 1 by C equal to 1 by ഇവിടെ കിട്ടുന്ന ആൻസർ പ്ലസ് 1 by ഇവിടെ കിട്ടുന്ന ആൻസർ ചെയ്തിട്ട് ഉത്തരം അവസാനം മൈക്രോഫാർഡിൽ കിട്ടും. ഡാഷ് മൈക്രോഫാർഡ് എന്ന് കിട്ടും. അതിനെ 10⁻⁻6 കൊണ്ട് ഗുണിച്ച് വെച്ച് ഫാർഡ് എന്ന് എഴുതി ആൻസർ ചെയ്യണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ,
ഇനി 3 എണ്ണമുള്ള ചോദിച്ചാൽ എന്നാ ചെയ്യും? ഒരുപാടാണ് ചെയ്യാൻ. ആദ്യം ഇത് രണ്ടും കൂടെ ചെയ്തെടുക്കണം. എന്നിട്ട് ആ ഉത്തരത്തിനെ പിന്നെ ഇതുകൊണ്ട് ചെയ്യണം കേട്ടോ. 5 ഫാരഡ് എളുപ്പത്തിൽ 5 ഫാരഡ് 10 ഫാരഡ്. ഒരെണ്ണം തരട്ടെ. 5 ഫാരഡ്, ഇവിടെ 2 എണ്ണം, പിന്നെ ഒരെണ്ണം. എല്ലാം 20 എഴുതിക്കോളൂ. 20 ഫാരഡ് 20 ഫാരഡ് 20 ഫാരഡ് 20 ഫാരഡ്. ഇത്ര എണ്ണം